പണ്ട് കാലത്ത് വീട്ടിൽ ചക്കയുടെ സമയമാകുമ്പോൾ വീട്ടിൽ ചക്കക്കുരുവൊക്കെ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. സംഭവം അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. ഒരു മസാലക്കറി കഴിച്ചൊരു ഫീലൊക്കെ കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് ചായയുടെ ഒപ്പമോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ നമുക്കതിനെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മെയിൻ സംഭവമായിട്ടുള്ള അരവ് തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലോട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉണക്കമുളക് കേട്ടോ. നമ്മൾ കാശ്മീരി മുളകാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി നല്ലപോലെ ഇതേപോലെ അടിച്ചെടുക്കണം കേട്ടോ. വല്ലാണ്ട് പേസ്റ്റ് ആക്കണ്ട. അതിനുശേഷം നമുക്ക് കുക്കറിലോട്ട് ചക്കക്കുരു ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം 3 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരണം കേട്ടോ. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അടുത്തായിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് നാളികേരക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതേപോലെ പീസാക്കി കേട്ടോ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലൊരു മണക്ക് വരും. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്തും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആഹാ, ഇന്ന മണം വേറെ ലെവലാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ അതിലോട്ട് നമ്മളെ ചക്കക്കുരു വേവിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ഉപ്പ് കമ്മിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിൽ. കളറൊന്ന് മാറി കുറച്ചൊന്ന് ഡാർക്കായി വരണം. വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അപ്പോൾ അതാ നമ്മളിത് വെള്ളമൊക്കെ ഏകദേശം ഒരു വറ്റിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ അടിപൊളി സംഭവം റെഡി ആയിട്ടോ. കിടില ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടാണ്. പിന്നെ നമ്മളിന്ന് ഫോളോ ചെയ്യും.